ഇന്ന് കുറച്ച് കാട്ടിലെ ആൾക്കാരെ കൂട്ടിലാക്കിയാലോ? ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ വിറക് ചായച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിലേക്കായിട്ട് കുറച്ച് തേനീച്ചകൾ വന്നുകൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ തേനടയൊക്കെ അവിടുന്ന് മുറിച്ചെടുത്ത് റബ്ബർ ബാൻഡിട്ട് ഫ്രെയിമിലിട്ട് വെച്ചു. ഈച്ച ധാരാളം ഉണ്ടായിരുന്നു. മാത്രമല്ല കുറേ റാണി സെല്ലും ഉണ്ടായിരുന്നു. റാണി വിരിഞ്ഞ് അതിൽ നിന്ന് കുറേ ഈച്ചകൾ പിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എന്നാലും അത്യാവശ്യം ഈച്ചകൾ അതിലുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രെയിമൊക്കെ കെട്ടി ഞങ്ങളുടെ പെട്ടിയിൽ വെച്ചിട്ട് ഈച്ചകളെയെല്ലാം വാരിയെടുത്ത് പെട്ടിയിൽ നിറയ്ക്കുകയാണ് ചെയ്തത്. ഇത്ര നല്ലോണം ഈച്ച ഉള്ളിടത്ത് റാണീനെ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ ഈച്ചകളെയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് വാരിയെടുത്ത് ആ പെട്ടിയിലിട്ട് അപ്പോൾ തന്നെ നമ്മൾ മൂട് അടക്കും. കുറേ ഈച്ചകൾ സെറ്റ് പിരിഞ്ഞ് പോയതുകൊണ്ട് തന്നെ തേൻ ഉണ്ടായത് കുറവായിരുന്നു. കുറച്ച് തേൻ കിട്ടി. അത് അവിടുത്തെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് കൊടുത്തു. അവൾ നല്ല സൂപ്പറായിട്ട് ആ തേൻ കുടിച്ചു. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നല്ല ഫ്രഷ് മധുരമല്ലേ. ഞങ്ങൾ പിറ്റേന്ന് സന്ധ്യക്ക് വന്ന് നോക്കി. അപ്പോഴേക്കും ഒരുവിധം ഈച്ചകളെല്ലാം പെട്ടിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ഒരു ഈച്ച പോലും പുറത്തുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ ആ പെട്ടിയെടുത്ത് ഒരു ചാക്കിലിട്ടിട്ട് നന്നായിട്ട് കയറ് കൊണ്ട് കെട്ടി. അപ്പോൾ ഈ കൂട്ടുകാരെ ഞങ്ങളിങ്ങെടുത്തു. അപ്പോൾ ബൈ ഫ്രം ക്യൂബി ഹണി.